എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിലെ ഇടത് ജിഹാദി അജണ്ട പുറത്തായതോടെ തിയേറ്ററുകളിൽ നിന്ന് അകന്ന പ്രേക്ഷകർ. വൻതോതിലാണ് ടിക്കറ്റ് റദ്ദാക്കൽ നടക്കുന്നത്. ഇതിനിടെ തന്ത്രപൂർവ്വം തിരികിയ ജിഹാദി അജണ്ടയ്ക്ക് പിന്നിലുള്ള താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ചർച്ചയാവുകയാണ്. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്കും സാധ്യത തെളിയുകയാണ്. ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, വലിയ തോതിൽ തന്നെയാണ് എമ്പുരാൻ സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനുള്ളിൽ മനഃപൂർവ്വം തന്നെ സംവിധായകൻ പൃഥ്വിരാജ് തിരികെ കയറ്റിയ വിഭാഗീയ അജണ്ടകളാണ്. അവിടെ ജിഹാദി ഇടത് തീവ്ര അജണ്ടകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കനുകൂലമായ ജിഹാദി ശക്തികൾക്ക് അനുകൂലമായ രീതിയിൽ കഥാതന്തുക്കളെ മാറ്റിമറിക്കുന്ന രീതി തന്നെയായിരുന്നു എമ്പുരാനിൽ കണ്ടത്. കൃത്യമായി തന്നെ അതിൻ്റെ മോഹൻലാലോ ഒപ്പം തന്നെ നിർമ്മാതാവ് ഗോകുലം ഗോപാലിനോ അറിയാതെയായിരുന്നു ഈ നീക്കം എന്നുകൂടിയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ ആസൂത്രിതമായി തന്നെ ഇടത് ജിഹാദി കൂട്ടുകെട്ടിന് വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു സിനിമ അത് ഉൾക്കൊള്ളാൻ സാധാരണ പ്രേക്ഷകർക്ക് കഴിയുന്നില്ല. രാജ്യവ്യാപകമായി തന്നെ ലോകത്തെല്ലായിടത്തും ഒരേ സമയം ഇതുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വെച്ച ഒരു സിനിമയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സിനിമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അവിടെ വിഭാഗീയതയും ഏകപക്ഷീയവുമായി തന്നെയുള്ള പ്രചാരണങ്ങളാണ് നടത്തിയത് ജിഹാദി ശക്തികൾക്ക് വേണ്ടി എന്ന് തന്നെയാണ് സിനിമ കാണുമ്പോൾ വ്യക്തമാകുന്നത്. അവിടെ ഗോദ്രയിൽ രാമസേവകർ വെന്തുമരിച്ച സംഭവം അടക്കം അതിനെക്കുറിച്ചൊന്നും തന്നെ പ്രതിപാദിക്കാതെ അതിനുശേഷം നടന്ന സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ടുള്ള സിനിമാ ചിത്രീകരണം, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾക്കെതിരെയും രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും എല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, അവരെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ, കഥാസന്ദർഭങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതാണ് എമ്പുരാൻ. അത് ചർച്ചയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. യാതൊരു തരത്തിലുള്ള ദേശീയ താല്പര്യങ്ങളും ഉൾക്കൊള്ളുന്നില്ല സിനിമ എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ജിഹാദി ശക്തികൾക്ക് വേണ്ടി കൂടിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇതോടുകൂടിയാണ് വലിയ തോതിൽ തിയേറ്ററുകളിൽ സിനിമ ടിക്കറ്റുകൾ, നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കുന്ന നിലയിലേക്ക് പ്രേക്ഷകർ മാറിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സിനിമ കാണാൻ താല്പര്യമില്ല. നേരത്തെ വലിയൊരു ഹൈപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സിനിമ വലിയ സംഭവമാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായ ഘട്ടത്തിലായിരുന്നു ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് എങ്കിൽ അങ്ങനെയൊന്നും ഈ സിനിമയ്ക്ക് ഇല്ല എന്നു മാത്രമല്ല, അവിടെ ചില അജണ്ടകൾ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുകൂടി വ്യക്തമായതോടുകൂടിയാണ് ആളുകൾ ടിക്കറ്റ് ക്യാൻസലേഷനിലേക്ക് റദ്ദാക്കുന്ന നിലയിലേക്ക് പോയത്. മാത്രമല്ല, മോഹൻലാലിന് അടക്കം ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും എന്താണ് പൃഥ്വിരാജ് തിരികെ കയറ്റിയ ജിഹാദി അജണ്ട എന്നത് സംബന്ധിച്ച്, കാരണം പ്രിവ്യൂ ഷോ ഒരു ഘട്ടത്തിൽ പോലും ഇതിനെ നടത്തിയിട്ടില്ല. മറ്റ് ആളുകൾ, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമയുമായി സഹകരിക്കുന്ന മറ്റ് ആളുകൾ ഒന്നും തന്നെ ഇതിൻ്റെ കഥാഭാഗങ്ങൾ പുറത്തു പോകും എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കഥാഭാഗങ്ങളിൽ വ്യാപകമായ വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയരും എന്നതുകൊണ്ട് തന്നെ ഒരു പ്രിവ്യൂ ഷോ പോലും ഇല്ലാതെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിനുശേഷം സിനിമ കണ്ടിറങ്ങിയ മോഹൻലാലിൻ്റെ അടക്കമുള്ള ലാലേട്ടൻ്റെ സിനിമ എന്ന നിലയിലായിരുന്നു പ്രേക്ഷകർ ഇരച്ചു കയറിയത് തിയേറ്ററിലേക്ക്. എങ്കിൽ അത് കണ്ട് ഇറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം പോലും അറിയാത്ത കഥാഭാഗങ്ങൾ, സന്ദർഭങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കഥാഭാഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയത് മനസ്സിൽ പോലും അദ്ദേഹം കരുതിയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാകുന്ന മിനിറ്റുകൾ നീളുന്ന സന്ദർഭങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് നേരത്തെ തന്നെ മറ്റു ചില സിനിമകളിലൂടെ തൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ച പൃഥ്വിരാജ് ഒടുവിൽ അത് വിജയിപ്പിച്ചെടുത്തു, അല്ലെങ്കിൽ തന്ത്രപൂർവ്വം പലരെയും വിശ്വസിപ്പിച്ചെടുത്തു. മോഹൻലാലിനെ ആണെങ്കിലും നിർമ്മാതാവ് ഗോകുലം ഗോപാലിനെ ആണെങ്കിലും എല്ലാം തന്നെ. നേരത്തെ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ഒരു സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നത്, അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ നിർമ്മാണ കമ്പനി പിന്മാറി. ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സിനിമയ്ക്ക് പിന്നിലുള്ള അജണ്ട അവർ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു, ലൈക്ക മനസ്സിലാക്കിയിരുന്നു. ഇത് പിന്നീട് വലിയ തോതിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവരുത്തും. അങ്ങനെ വിവാദങ്ങളും വിമർശനങ്ങളും നിറയുന്ന സിനിമ സ്വാഭാവികമായും പ്രേക്ഷകർ തിയേറ്ററുകളിൽ നിന്ന് അകലും. ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് സിനിമ എത്തിക്കാൻ കഴിയില്ല, ഉദ്ദേശിച്ച തരത്തിലുള്ള കളക്ഷനിലേക്ക് സിനിമ എത്തിക്കാൻ കഴിയില്ല. എത്ര രൂപയാണോ അതിൻ്റെ നിർമ്മാണ ചെലവ്, അതിൻ്റെ പകുതിയിലേക്ക് പോലും എത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് സിനിമ മാറും എന്ന് മുൻകൂട്ടി കണ്ടതോടുകൂടി നിർമ്മാതാക്കൾ പിന്മാറുകയായിരുന്നു എന്ന ഒരു വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്നാൽ അതേ ഘട്ടത്തിലാണ് അവിടെ ഗോകുലം ഗോപാലൻ അദ്ദേഹം രംഗത്ത് വരുന്നത്. ആ സന്ദർഭത്തിൽ പോലും സിനിമയുടെ കഥാതന്തു
ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാനോ പൃഥ്വിരാജ് തയ്യാറായിരുന്നില്ല എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ നിർമ്മാതാവും പ്രധാന താരവും എല്ലാം തന്നെ അറിയാതെ തിരികെ കയറ്റിയ ഭാഗങ്ങൾ അത് തന്നെയാണ് വലിയ തോതിൽ വിമർശനം ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അവിടെ ചില അന്വേഷണങ്ങൾ വേണമെന്ന ആവശ്യം കൂടി ഇവിടെ ഉയരുന്നത് എന്ത് തലത്തിലാണ് ഇങ്ങനെ മനഃപൂർവ്വമായ ചില ഭാഗങ്ങൾ ജിഹാദി അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടത് തീവ്ര അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങൾ തിരികെ കയറ്റിയത്? അതിന് സ്ഥാപിതമായ താല്പര്യങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു. എന്ത് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം വാര്യൻ കുന്നനെ വെള്ളപൂശാനുള്ള ഒരു സിനിമ നേരത്തെ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നപ്പോൾ ദേശീയ ശക്തികളിൽ നിന്ന് ദേശീയവാദികളിൽ നിന്ന് വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു വന്നു. ആ ഒരു സിനിമ നടക്കാതെ പോയതോടുകൂടി തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ ചില ആളുകൾ ആസൂത്രിതമായി മറ്റൊരു സിനിമയ്ക്ക് കോപ്പ് കൂട്ടുകയായിരുന്നു. ആ സിനിമയിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക എന്ന ഉദ്ദേശമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അങ്ങനെ അത് തിയേറ്ററുകളിൽ എത്തുന്നത് വരെ വിജയിപ്പിച്ചെടുക്കാൻ ഈ ഒരു സംഘത്തിന് കഴിഞ്ഞു എങ്കിൽ പിന്നീടാണ് അതിൽ വിമർശനങ്ങളും ചർച്ചകളും വരുന്നത്. വലിയ തോതിൽ തന്നെ അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായ ഘട്ടത്തിൽ ഇതിൽ നിന്ന് യാതൊരു തരത്തിലും തങ്ങൾ ആ സിനിമയുമായി സഹകരിക്കില്ല, അല്ലെങ്കിൽ സിനിമ കാണാൻ തയ്യാറല്ല, അങ്ങനെ ഒരു സിനിമ തങ്ങൾക്ക് തിയേറ്ററുകളിൽ പോയി കാണണ്ട എന്ന നിലയിലേക്ക് മലയാളികളടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന മുൻനിർത്തി പ്രവർത്തിക്കുന്ന അത്തരം ചിന്താഗതികളുള്ള ആളുകൾ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ കളക്ഷൻ കുറവ് വ്യക്തമാക്കുന്നത്.